നമ്മൾ ഇന്ന് അടിപൊളി ഒരു വോൾ ഹാങ്ങിങ് ഐഡിയ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പർ ആയിട്ടില്ലേ. വെൽക്കം ടു ജാക്വലിൻസ് ക്രാഫ്റ്റ് വേൾഡ്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ക്യാൻവാസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേര് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. എന്നാലാണ് കുറച്ചും കൂടി ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുള്ളൂ. ഇനി ഞാൻ ഇതിന് മുകളിൽ ലേഡിയുടെ ചിത്രം വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ട്രേസ് പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാമെന്നുള്ളൂ. ഇനി അത് നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലേ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഇത് മോൾഡിറ്റ് ക്ലേ എന്നാണ് പറയുക. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാണ്ട്, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഭാഗങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ നീളത്തിലുള്ള ലിപ്പൺ ആർട്ടിൻ്റെ ക്ലേ ആണ് വേണ്ടത്. അപ്പോൾ അതിതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് അത് നീളത്തിലായി കിട്ടും. എന്നിട്ട് അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹെയറിൻ്റെ ഭാഗത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓർണമെൻറ്റ്സിനായിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള നീളത്തിലുള്ളത് അധികം ആവശ്യമില്ല, കുറച്ച് ഉണ്ടായിട്ടുള്ളതും നീളത്തിലുള്ളതായിട്ടുള്ള ക്ലേകളാണ് ആവശ്യം. ഇനി അതിന് കുറച്ചും കൂടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൂത്ത് പിക്ക്, അതുപോലെ തന്നെ നമ്മുടെ നൈഫ്, വീട്ടിൽ നൈഫിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുക. ശ്രദ്ധിക്കാനുള്ളത് ഡ്രൈ ആവുന്നേക്കാളും മുമ്പ് നമുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഷേപ്പിൽ കിട്ടുള്ളൂ നമ്മൾ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുത്തിയാലും ക്രാക്സ് വീഴുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് കുത്തി വിടണം. ഇത് നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ആക്രിലിക് കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഇഷ്ടമുള്ള കളർ, മുടിക്ക് എന്തായാലും ബ്ലാക്ക് തന്നെ, ബാക്കി ഓർണമെൻറ്റ്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കളർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ലേ, ഈ നൈഫിൻ്റെ തുമ്പിൻ്റെ ഭാഗം കൊണ്ടാണ് ഞാൻ ഈ ബാങ്കിളിൻ്റെ ഡിസൈനൊക്കെ ചെയ്യണം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് തുപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ ക്ലേയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, നമ്മുടെ ഈ ലുക്ക് നോക്കി നല്ല സൂപ്പറായിട്ട് നമുക്ക് കളറിങ് കൊടുക്കാതെ തന്നെ നല്ല അടിപൊളി ലുക്കാണിത്. ഈ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാ കളറും ഒന്ന് 2 പ്രാവശ്യം അടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു കളർ അടിച്ച് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടി അടിക്കണം. അപ്പോൾ കളറൊക്കെ കറക്റ്റായിട്ട് വരികയും ചെയ്യും, നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടും ചെയ്യും. ഇനി ആ കമ്മലിൻ്റെ മോതിരത്തിൻ്റെ ഉള്ളിൽ കട്ട് മിററും കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കാണാൻ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി വീണ്ടും പുതിയൊരു വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.